നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ആൻഡ് ആക്ച്വലി മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോസിൻ്റെ താഴെ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൻ്റെ ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി അല്ല, ഇത് നമ്മൾ യൂട്യൂബിൻ്റെ ത്രൂ ചെയ്യുമ്പോൾ അതിൽ ഒരു പേജിൽ അവർ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അത് വാച്ച് ചെയ്യാൻ പറ്റില്ല. വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഐ തിങ്ക് ടൈറ്റിൽ ഞാനിട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് മേ ബി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആൻഡ് അതിൽ ഞാൻ ടൈംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കാം. ലൈക്ക് കുറച്ചുകൂടി ഗൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത്. മുന്നോട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ആഴ്ചയിലൊരു 2-3 അറ്റ്ലീസ്റ്റ് മിനിമം 3 days എങ്കിലും 2-3 days 3-4 days എങ്കിലും ഞാൻ അതിൽ ഇട്ടുകൊണ്ടിരിക്കും വീഡിയോസ്. ആൻഡ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ റീഡിങ്. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാം. ഓക്കെ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ആൻഡ് നിങ്ങൾക്ക് പറ്റുന്നത്ര ഒരു ഗൈഡൻസ് ആയിട്ട് തരാൻ പോലെ. ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ലവ് സ്റ്റോറി ഇതുവരെയുള്ളത്, നമുക്ക് ഇതുവരെ എന്നല്ല മുന്നോട്ടും നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ പോലെ. ഇത് പക്ഷേ ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന അത്രയും സിറ്റുവേഷൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആക്ച്വലി ഞാൻ വേറൊരു ടൈപ്പ് റീഡിങ് എടുക്കാം. യെസ്, ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നു. കുറേ ആയി ഞാനത് ചെയ്തിട്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. നിങ്ങൾ നോക്കിക്കോളും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട്. ഇത് എനിക്ക് വെക്കാൻ സ്പേസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ബട്ട് ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്. ഓക്കെ, പേഴ്സൻ്റെ എനർജി നിങ്ങളോട്. പേഴ്സൺ നിങ്ങളുടെ എനർജി ടുവേർഡ്സ് യുവർ പേഴ്സൺ. ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ആൻഡ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താ കാണുന്നത്. ഇതാണ് ഇതിൽ പ്രശ്നം. എനിക്ക് കുറച്ച് ഒരു കാര്യം ചെയ്താണ്. എനിക്ക് പൊസിഷൻസ് മറക്കും, അതാണ് ഇങ്ങനെ ഞാൻ വെക്കാത്തത്. ബട്ട് വിൽ സി. കാർഡ് തുറക്കും. കറണ്ട്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ആൻഡ് ഒരു ഔട്ട്കം, ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം എന്താണ് നമുക്ക് കാണുന്നത് എന്നുകൂടി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് ഞാൻ ഇവിടെ ആയിരുന്നു വെച്ചു. ഓക്കെ, പേഴ്സൻ്റെ എനർജീസ് ടുവേർഡ്സ് യു. ഓക്കെ, നിങ്ങളോട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് തുറക്കാം, കാരണം ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല. ഓക്കെ, 9 of Wands, ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നിങ്ങളോട് എന്താണ്. ഓക്കെ, നിങ്ങളുടെ എനർജി ടുവേർഡ്സ് യുവർ പേഴ്സൺ. ഓക്കെ, ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ലേശം ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നുണ്ട്, അകൽച്ചയുണ്ട്. മേ ബി ഒരു ബ്ലോക്ക് വല്ലതും ചെയ്ത് കാണാം. ഒരു ബ്ലോക്ക് മാത്രമല്ല, നമ്മൾ പറയില്ല, ഒരു ഗിവപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിൽ ഗിവപ്പ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു ടയേർഡ് എനർജി ഉണ്ട്. ഓക്കെ, നമ്മൾ പറയില്ലേ, നമ്മൾ ഒരുപാട് എപ്പോഴും ബഹളം, ഫൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അവസാനം ഒന്ന് ടയേർഡ് ആവും എന്ന് പറയില്ലേ, ആ രീതിക്ക് ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ബട്ട് ഗിവപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഗിവപ്പ് ചെയ്തിട്ടില്ല ഈ ബന്ധത്തിൽ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കാണുന്ന ടവറാണ്. സോ മേ ബി കാണുന്നില്ല അല്ലേ? ഐ എം സോറി. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കാണുന്ന ടവർ കാർഡാണ്. സോ ടവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ മേ ബി ഒരു എൻഡിങ് വന്ന് കാണാം, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് വല്ലതും വന്ന് കാണാം. ഇവിടെയും ആക്ച്വലി ഒരു ബ്ലോക്കിൻ്റെ ഒരു എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കാണാം. നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് ഇവിടെ എല്ലാം അവസാനിച്ചു എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ബി ഇതൊരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നു, ഒരു പ്രോബ്ലം വന്നു, ഒരു ഷേക്കപ്പ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങൾ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ആയിരിക്കും. അതായിരിക്കും ഇവിടെ ഒരു ടയേർഡ് എനർജി ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ടയേർഡായിട്ട് നിൽക്കുന്ന പോലെയുണ്ട്.
ഈ ബന്ധം വേണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയില്ലേ, ആകെ ഒരു കൺഫ്യൂഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ചെറിയൊരു അകൽച്ച മനസ്സുകൊണ്ട്. ഓക്കെ, മനസ്സുകൊണ്ട് എനിക്കിനി ഇതിൽ ഇനോ എഫേർട്ട് ഇടണോ വേണ്ടേ എന്നൊക്കെ ഒരു ചിന്ത പോലെയൊക്കെയാണ് കാണുന്നത്. പക്ഷെ അവർ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ആഗ്രഹം നിങ്ങളോട് മുന്നോട്ട് എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹം എപ്പോഴും ഉണ്ട് ഉള്ളിൽ. എന്നൊക്കെ എന്ത് തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ നടന്നാലും ശരി, അവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. നൈറ്റ് ഓഫ് കപ്സ് നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം, സ്നേഹം എന്ന രീതിക്കാണ് പറയുക. അവർക്ക് ആ ഫീലിങ്സ് ജെനുവിൻലി നിങ്ങളോടുണ്ട്. ഓക്കെ, അവരുടെ ഉള്ളിൽ അവർ ആ ഫീലിങ്സ് എപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഉള്ളിൽ നിന്ന് അത് പോയിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ 4 ഓഫ് പെനിക്കിൾസ് ആണ്. നിങ്ങളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, ഇത് ചിലപ്പോൾ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരും. കാരണം നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ മാച്ച് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കോളൂ. ബിക്കോസ് ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും പേഴ്സൻ്റെ എനർജിയും തമ്മിൽ ചെറുതായിട്ട്, ഞാനിത് എപ്പോഴും പറയാൻ മറന്നുപോകും, ചില സമയത്ത് അങ്ങനെ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമാണ് ഇത് നിങ്ങളുടെ, പക്ഷേ അറിയില്ല. എനിവേ, നിങ്ങൾ മുന്നോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങളും ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ടല്ല എനിക്ക് കാണുന്നത്. നിങ്ങൾക്കും ഈ ബന്ധം വേണം എന്ന രീതിക്ക് തന്നെയാണ്. പക്ഷെ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഇടയിലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയൊരു അകൽച്ച എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇത് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, അവരും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഉള്ളിനുള്ളിൽ അവർക്ക് സ്നേഹവുമുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ആക്ച്വലി ഇപ്പോൾ ഒരു ടവർ മൊമെന്റ് ഇപ്പം നിങ്ങൾ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് വന്നതായിരിക്കാം, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. സോ മേ ബി ആ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ബാക്കായി കാണാം. ഓക്കെ, മേ ബി ഇനി ഞാൻ എഫർട്ട് ഇടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം, ചിലപ്പോൾ അങ്ങനെയാവാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് നിങ്ങളും ആ ബന്ധത്തിനെ അങ്ങനെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് എനർജി. ഓക്കെ, 10 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ വളരെ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്തിൽ. പാസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് പാസ്റ്റ് എടുക്കാം നമുക്ക്. എനിക്ക് നല്ലൊരു സമയങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഫാമിലി പോലെയാണ് എന്ന് കാണുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ ഒരു ഇതായിട്ടാണ് എനിക്ക് കാണുന്നത് പാസ്റ്റിൽ. ഓക്കെ, ഇപ്പോഴത്തെ എനർജി നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, 8 ഓഫ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. ഡെത്തിന്റെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, 8 ഓഫ് സോർഡ്സ്. വാവ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ തന്നിട്ടില്ല. അവർ വളരെ സ്ലോ മൂവിങ് ആയിരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഇപ്പോഴത്തെ എനർജി ആയിട്ട് എടുക്കാം. ഓക്കെ, അവർ ഫീലിങ്സ് അഗെയിൻ ജെനുവിൻ ആയിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെനിക്കൽസ് രണ്ടും പറയുന്നത് ജെനുവിൻ സ്നേഹം തന്നെയാണ്. അവർക്ക് ശരിക്കും നിങ്ങളോട് ഒരു ഇഷ്ടം, സ്നേഹം എല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അവർ പക്ഷെ നിങ്ങളോട് മേ ബി ഒരു മുന്നോട്ടൊരു കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് അവരൊരിക്കലും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല, അതായത് ഇവിടെ എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. സോ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ലോ എനർജിയാണ് എനിക്ക് കാണുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിനെ ലൈക്ക് എന്താ പറയുക, പെട്ടെന്നൊരു കമ്മിറ്റ്മെൻറ്റ് തരാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല കാണുന്നത്. അവർ സ്ലോ ആണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാക്കിംഗ് അവേയും കാണുന്നുണ്ട്. മേ ബി അവർ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മാറിയതായിരിക്കാം. എന്നിട്ട് ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, അപ്പം ഇനി ഞാൻ നിൽക്കണോ വേണ്ടേ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം. ഒരു ഡെത്ത് എനർജി വീണ്ടും 8 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത് പറയുന്നത് ഒരു മൂവിങ് അവേ, ഒരു ഞാൻ പറഞ്ഞ പോലെ ടവറും ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം നിങ്ങൾ മാറിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, 8 ഓഫ് സോർഡ്സും ഉണ്ട്. അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരുടെ സാഹചര്യങ്ങൾ കാരണം അവർ പെട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ മാറിപ്പോയി. മേ ബി നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചു കാണാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചപ്പോൾ അവർ വാക്ക് അവേ ചെയ്തായിരിക്കാം, അങ്ങനെയായിരിക്കാം. വെയിറ്റിംഗ് എനർജി ഉണ്ട് വീണ്ടും. ഐ തിങ്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങളോട് സ്നേഹം അഗെയിൻ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എനിക്കുണ്ട്. കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി കാണുന്നുണ്ട് എനിക്ക്. തേർഡ് പാർട്ടി അത് ഫാമിലി ആയിരിക്കാം മോസ്റ്റ്ലി.
എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി അവരെ എതിർക്കുന്നു എന്ന രീതിക്കായിരിക്കാം. ഈവൻ ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. തടസ്സം എന്തുമാവാം. ഓക്കെ, കാരണം ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്ട് വരുന്നുണ്ട്. സോ മേ ബി ഇതൊരു തടസ്സമായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പേഴ്സൻ്റെ ചില ബാധ്യതകൾ ഉണ്ടാവാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, ഫാമിലി സമ്മതിക്കുന്നില്ല എന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാം, കമ്മിറ്റ്മെന്റ്സിൽ പെട്ട് നിൽക്കുന്നതായിരിക്കും. അവിടെ ഒരു വെയിറ്റിംഗ് എനർജി എനിക്ക് കാണും. ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈവൻ ഇപ്പോൾ സപ്പോസ് കംപ്ലീറ്റ് സെപ്പറേഷൻ അല്ലെങ്കിലും, ഓക്കെ, നിങ്ങളിപ്പോൾ എല്ലാവരും ഫുള്ളി സെപ്പറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അകൽച്ചയായിരിക്കാം, ഡിസ്റ്റൻസ് ആയിരിക്കാം, ബ്ലോക്കിംഗ് വല്ലതും ആയിരിക്കാം, ഒരു ടെമ്പററി ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, താൽക്കാലികമായിട്ട് ഇത്തിരി അല്ലെങ്കിൽ മാറി നിൽക്കലായിരിക്കാം. ബ്രേക്കപ്പ് ആവണമെന്നില്ല, ചിലപ്പോൾ ഒന്നും പറയാതെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാറി നിന്നായിരിക്കാം, അങ്ങനെയാവാം. സോ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഔട്ട്കം 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഓക്കെ, ഒരു ബ്രേക്കിൻ്റെ സമയമാണ് ഇവിടെ എനിക്ക് കൂടുതലും കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണിന് വേണ്ടിയിട്ട്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കമില്ല. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ഹാപ്പി ആയിരുന്നു, സോ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അവരും ഓർക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു ബ്രേക്കിൻ്റെ എനർജി എനിക്ക് നല്ലോണം വരുന്നുണ്ട്. 4 ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ മാറി നിൽക്കുന്നു, അകന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ബട്ട് ഇവിടെയൊക്കെ ആക്ച്വലി ബോട്ടം ഡെക്കിലൊക്കെ വളരെ നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഞാൻ എനിക്ക് ഒന്നുകൂടി എടുക്കാം, ക്ലാരിഫൈ ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് എന്താണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാം. ഈ ഒരു അകൽച്ച മാറിയിട്ട് സെപ്പറേറ്റ് കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം കേട്ടോ. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഐ തിങ്ക് സൈലൻ്റ് ആണ്, ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, അവർ മാറി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ലെറ്റ്സ് സീ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. ഫ്യൂച്ചറിലേക്ക് ഔട്ട്കമും ഇപ്പം ഒരു താൽക്കാലികമായിട്ട് ഒരു സെപ്പറേഷൻ എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എന്താണ് 4 ഓഫ് സോർഡ്സ് എന്താ ഇവിടെ പറയുന്നത്? ജഡ്ജ്മെന്റ്, വേൾഡ്, ഹാങ്മാൻ. ഓക്കെ, അഗെയിൻ സ്റ്റക്കാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ആക്ഷൻ്റെ ഒരു സമയമല്ല. ഓക്കെ, മൂൺ, 2 ഓഫ് വാൻസ്, 9 ഓഫ് സോർഡ്സ്. യെസ്, ഒരു ആക്ഷൻ എനർജി എനിക്ക് കാണുന്നില്ല ഇപ്പോൾ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഇപ്പോൾ യൂണിവേഴ്സായിട്ട് ഓക്കെ ചില റിയലൈസേഷൻസ് കൊണ്ടുവരുന്ന സമയമാണ്, ക്ലാരിറ്റി കൊണ്ടുവരുന്ന സമയമാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് എന്ത് വേണം, ആരാണ് അവരുടെ ലൈഫിൽ അവരെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്നേഹം, അങ്ങനെ പല കാര്യങ്ങളും, അവർ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക, എല്ലാം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇവിടെ വേൾഡ് പറയുമ്പോൾ നമുക്ക് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് പറയുക. ജഡ്ജ്മെന്റ് ആൻഡ് വേൾഡ് ആണ് ഇവിടെ ഒന്നിച്ച് പറ്റില്ല. ഓക്കെ, ജഡ്ജ്മെന്റ് ആൻഡ് വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഇവിടെ പേഴ്സൺ ചില റിയലൈസേഷൻസ് വരും. നിങ്ങൾ തമ്മിൽ ചില കാർമിക് സൈക്കിൾ എൻഡ് ആവുന്ന പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് വരും എന്നുകൂടിയാണ്. ആൻഡ് പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് പല കാർഡ്സും നമുക്ക് കാണിച്ചു തന്നത് ഇപ്പോൾ ഒരു തൽക്കാലം ഒരു പോസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ റിന്യൂവൽ ഉണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് വേൾഡ് കാർഡ് ഉണ്ട്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റിന്യൂവൽ കൂടിയാണ് പറയുക, ഒരു ന്യൂ ബിഗിനിങ് എന്നുകൂടി പറയും. ജഡ്ജ്മെന്റ് സമയമാണ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ ഹാങ്മാൻ എന്ന് പറയുമ്പോഴും സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതും ഒരു സ്റ്റക്ക് എനർജിയാണ്. എല്ലാം ഒരു അനക്കമില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, റെസ്റ്റ് എടുക്കുക, മാറി നിൽക്കുക, അനക്കമില്ല, അല്ലെങ്കിൽ ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ഫേസാണിത്. ആ ഒരു ഫേസിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ച് മനസ്സിലാക്കുന്ന പോലെയാണ്, കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്, അവർ ന്യായം ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. യൂണിവേഴ്സായിട്ട് ആക്ച്വലി നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ചെയ്താന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഈ ഒരു അകൽച്ച, ഈ ഒരു ഡെത്ത് എൻഡിങ് ആവശ്യമാണ്. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ എന്തിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ, ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്തു വരുന്ന ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ചില റിയലൈസേഷൻസ് വേണം. അതാണ് കാര്യം. ഓക്കെ, അവർ ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, എന്നാലും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഒരു സ്റ്റോറി അതാണ് നമ്മൾ നോക്കിയത്. ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി ഈ ഡെക്ക് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് നോക്കാം. ചില സമയത്ത് നിങ്ങൾ മാറിപ്പോകേണ്ട കാര്യമായിരിക്കാം ഇത്. ഓക്കെ, നിങ്ങളായിരിക്കാം ഒന്ന് മാറി നിൽക്കേണ്ടത്. എനിവേ അതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. നമ്മുടെ 19 ക്യാസല്ലല്ലോ ഇത്, സ്റ്റോക്ക്. ഞാൻ തിരിച്ചു വെക്കാം കേട്ടോ, ഒരു മിനിറ്റ്. ലില്ലീസ് ഇന്നലെ വന്നിരുന്നു. സോറി, വുമൺ ആണിത്, കാണിക്കാൻ പാടില്ല. ഒരു വുമൺ ലേഡിയാണിത്, മുഖം മാത്രം. കാർഡ്സ് ചിലത് കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ, നമ്മുടെ റൂൾസ് ആണത്. സോറി. ആൻഡ് ലെറ്റർ ഉണ്ട്, വെരി നൈസ്. ഓക്കെ,
പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ലെറ്റർ വരും, ഒരു മെസ്സേജ്. നേരത്തെയും ആക്ച്വലി നമ്മൾ പ്രിൻസസ് ഓഫ് ഒരു ഇത് കണ്ടിരുന്നു, പ്രിൻസസ് ഓഫ് വാൻസിൻ്റെ അതൊരു മെസ്സേജ് കാത്തിരിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരും എന്ന രീതിക്കും ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് കാത്തിരിക്കുന്നു എന്ന രീതിക്കും പറയാം. ഇതേ കാർഡാണ് ഇവിടെ. ഓക്കെ, സോ ഒരു മെസ്സേജ് വരുന്നതായിട്ടൊരു സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജോ കാര്യങ്ങളോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആക്ച്വലി ഇതൊരു കൺഫ്യൂഷനായി. എനിക്കിത് എന്തായിരുന്നു ഇത് ടവർ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഓൾറെഡി ടവർ ഉണ്ടായിരുന്നു, ഇത് വീണ്ടും ടവർ തന്നെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ ഒരു ടവർ മൊമെന്റ്, ഓക്കെ, ഈ ഒരു ടവർ മൊമെന്റ് നിങ്ങൾ തമ്മിൽ വന്നത് അത് ഒരു കണക്കിന് നല്ലതാണ് എന്ന് ഞാൻ അതാ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷൻ എനർജിയാണ്. സെപ്പറേഷൻ എനർജി പക്ഷേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തകർച്ച സംഭവിക്കുമ്പോഴാണ് നമുക്ക് അവിടെ എന്തായിരുന്നു നല്ലത്, എന്തായിരുന്നു നല്ലതല്ലാത്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, ലേഡീസ് ആവണം നിർബന്ധമല്ല കേട്ടോ, അങ്ങനെയല്ല. നമ്മളൊരു പേഴ്സൻ്റെ എനർജി എന്ന് എടുത്താൽ മതി. അതായത് നിങ്ങളാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവരെ മനസ്സിൽ ലൈക്ക് അവർ ശരിക്കും നിങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഇതും ഒരു മെസ്സേജ് വരുന്ന കാര്യമാണ്. നമ്മൾ പറയാം സ്റ്റോർക്കാണിത്, സ്റ്റോർക്കും മെസ്സേജ് വരുന്ന ഒരു ഇതാണ്. ഇവിടെയും നമുക്ക് മെസ്സേജ് എന്നുള്ള ഡബിൾ കൺഫർമേഷൻ ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ആൻഡ് ഇതും ലില്ലീസും പറയുന്നത് നിങ്ങൾ തമ്മിലൊരു നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു സ്നേഹമാണ്, റിലേഷൻഷിപ്പാണ് എന്ന രീതിക്കാണ് ഡെവലപ്പ് ആവും. ഓക്കെ, ഇപ്പോൾ ഈ ടവർ മൊമെൻറ്റ് മാറിയിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ ആ എൻഡിങ്ങിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ ട്രാവലിംഗ് എന്ന രീതിക്ക് എടുക്കാം. നമുക്ക് ഷിപ്പ് എന്ന രീതി പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് മേ ബി ഒന്നിച്ച് യാത്ര ചെയ്യാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയാണ് ദൂരെയൊക്കെ ആണെങ്കിൽ. എനിവേ ഇതിവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. മെസ്സേജ് വരും, ആദ്യം ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദാറ്റ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾ തമ്മിലൊരു മെസ്സേജ്, പേഴ്സൺ ഒരു മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു ഹായ് ഹലോ പറഞ്ഞൊരു മെസ്സേജ് വരും. നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ, ഒരു സംസാരം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതിനുശേഷം വീണ്ടും എല്ലാം ഓക്കെ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതിപ്പോഴത്തെ ഇമ്മീഡിയറ്റ് എനർജി എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം തൽക്കാലം പക്ഷെ ഒരു സെപ്പറേഷൻ ആണ്. പക്ഷെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, ബട്ട് ഇതൊരു ഫ്യൂച്ചർ എനർജിയാണ്. ഫ്യൂച്ചർ എനർജീസ് നമ്മൾ എപ്പോഴും ഒരുപാട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളിവിടെ ഒരു ബ്രേക്കപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാം. അതായത് നിങ്ങൾ പേഴ്സൺ വരുന്നില്ല, അവരെ വിട്ടുപോയി എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഹാപ്പി ആയിട്ടിരിക്കുക. പേഴ്സണെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് കാത്തിരുന്ന് നിങ്ങളുടെ ലൈഫ് കളയരുത് എന്ന രീതിക്കാണ്. ഓക്കെ, ഇപ്പം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. പേഴ്സൺ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരും. ഓക്കെ, ബട്ട് അത് എപ്പോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ആ സമയം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ പേഴ്സണൽ ഇല്ലാത്ത സമയം നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, അവരില്ലാതെയായാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളും, പക്ഷേ നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് ആയിട്ട് എടുക്കാൻ ഞാൻ ആലോചിച്ചില്ല, സോറി. എനിവേ, അത് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് റീഡിങ്ങിൽ ചെയ്യാം, നിങ്ങൾക്ക് അഡ്വൈസ് അങ്ങനെ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഒരു പ്രതീക്ഷയുണ്ട് നമുക്കിവിടെ. പക്ഷെ ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് മാത്രം ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, പേഴ്സൺ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സമയം കൊടുക്കൂ. ഓക്കെ, ഗിവ് ഇറ്റ് ടൈം. നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, ആ പേഴ്സൺ വന്നോളും എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, എനിവേ എന്തായാലും ഇപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.